ഹലോ അംഗൂസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എൻ്റെ കോളേജിൽ പോവാണ് കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ കോളേജിൽ വന്നത്. ഇന്ന് കോളേജിൽ നിന്ന് നമ്മൾ ഒരു വൃദ്ധസദനത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ സെലിബ്രേഷൻ വേറൊരു ദിവസമാണ്, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സെലിബ്രേഷനോടനുബന്ധിച്ച് നമ്മളൊരു വൃദ്ധസദനത്തിലാണെന്ന് എല്ലാവരും കൂടി കൂടിയിടുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലെ എല്ലാ പിള്ളേരുടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളവരെല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ദേ മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ ദേ കുഞ്ഞോട്ടും പപ്പാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ട് നിൽക്കാറ് കേട്ടോ. അപ്പോൾ ദൂരത്തു നിന്നുള്ള പിള്ളേരൊക്കെ നേരത്തെ നാട്ടിൽ പോയായിരുന്നു. അപ്പോൾ കുറച്ച് പേര് മാത്രമാണ് കേട്ടോ ഞങ്ങളപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറയിലാണ് വൃദ്ധസദനം ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങടേക്ക് പോവുകയാണ്. തൃപ്പൂണിത്തുറ SN ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ കുറേ അമ്മമ്മമാരെയൊക്കെ കാണാനായിട്ട് പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞോട്ടിനെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കണ്ട് തന്നെ അവനും വളരട്ടെ, അവനും അങ്ങനെ ഒരു മനസ്സിലൊരു തോന്നലൊക്കെ ഉണ്ടാവട്ടെ. അവൻ്റെ വലിയതാവുമ്പോഴും അവൻ അവിടെയൊക്കെ പോയി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവന് തോന്നണമെങ്കിൽ നമ്മളിപ്പോഴേ അവനങ്ങനെയൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞങ്ങളിതേ തൃപ്പൂണിത്തുറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു മാമുണ്ട്, ബാക്കി ഒരു സെറ്റും കൂടി വരാനുണ്ട്. അപ്പോൾ അവർ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമ്മളിതേ എത്തിയിട്ടുണ്ട്. സ്നേഹസദനം എന്നാണ് വൃദ്ധസദനത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ കുറേ അമ്മമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ അവിടെ ചെന്നപ്പോൾ തൊട്ട് എല്ലാവരോടും നല്ല കമ്പനിയായി എല്ലാവരുടെയും കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് എല്ലാവരും ഒരുപാട് വർത്തമാനമൊക്കെ പറയുന്നവരാണ്. അവരുടെ ലൈഫിലുണ്ടായ ഓരോ പ്രശ്നങ്ങളും അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതായത് ഫാമിലിയായിട്ട് ഒരു ടച്ചും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ പേരുടെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം വന്നു കേട്ടോ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ വളർത്തി വലുതാക്കി ലാസ്റ്റ് അവരുടെ ആ ഒരു വാർദ്ധക്യത്തിൽ അവരിവിടെ കൊണ്ടുപോയി ഇപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു വിഷമം. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിച്ചു, അവർ കട്ടൊക്കെ ചെയ്തു, എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമായി, ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. ഷുഗറൊക്കെ ഉള്ളവരുണ്ടെന്ന് അവിടെ നോക്കണം ചേട്ടനും ചേച്ചിമാരൊക്കെ പറഞ്ഞു. ഒരു കഷ്ണമൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ പിള്ളേർ അവർക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിക്കൊടുത്തു. അവരും നമുക്ക് പാട്ടൊക്കെ പാടിത്തന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അവരും പാട്ടൊക്കെ പാടിത്തന്നു നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെയാണ് പോയത്. അപ്പോൾ പാട്ടൊക്കെ പാടിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കേൾക്കാം. ഓണമിലാവല്ലേ അമ്മയെന്നും മരകല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, എന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് അമ്മ മനസ്സ്. നമ്മുടെ സ്റ്റുഡൻസ് പല പ്രോഗ്രാംസും പാട്ടായിട്ടും ഡാൻസായിട്ടും എല്ലാം അവർക്ക് വേണ്ടി ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അവരിതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം. കുറേ അമ്മമാർ നമുക്ക് പാട്ട് പാടി തന്നു, പണ്ടത്തെ പാട്ടുകൾ, നാടൻ പാട്ടുകൾ. അപ്പോൾ നമ്മളും അതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് ഡാൻസ് കളിക്കാൻ ചെയ്യുമ്പോൾ ഡാൻസ് ഒന്നും അവർക്ക് അറിയില്ല, പഠിപ്പിച്ചു കൊടുത്താൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരാം ഒരു ദിവസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉച്ച വരെയാണ് നിന്നുള്ളൂ. ഒരു 12:30 ആകുമ്പോൾ അവർക്ക് ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ നമ്മളൊരു കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 9:30-10 മണിയോടുകൂടി നമ്മളവിടെ എത്തിയായിരുന്നു. 12:30 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചിറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞെന്തേ പകുതി വെച്ച് ഉറങ്ങി പോയി. അപ്പോൾ പിള്ളേരൊക്കെ അവനെ എടുത്തു. അങ്ങനെ നമ്മൾ ചെറിയൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ അമ്മമാർക്ക്, വലിയ എമൗണ്ട് ഒന്നും അല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു എമൗണ്ട് കോൺട്രിബ്യൂഷനൊക്കെ കൊടുത്തു. ഞങ്ങളിതേ തിരിച്ചവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ 3-4 പേര്, എൻ്റെ പിള്ളേരും ഞാനും മെട്രോയ്ക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ബാക്കിയുള്ളവർ കുറേ പേര് ലോങ് ഉള്ളവരുണ്ട്, ട്രെയിനിൽ പോണവർ, ബസ്സിൽ പോണവർ. അപ്പോൾ ഇതൊക്കെ അന്ന് ഞങ്ങളെടുത്ത ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളിന്ന് അനുഭവിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും ഒന്നും കിട്ടാത്തവർ. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയോ എന്തൊരു സെലിബ്രേഷൻ ആയിക്കോട്ടെ, അപ്പോൾ അവരുടെ കൂടെ ആണെങ്കിൽ അവർക്കും കുറച്ച് സന്തോഷം. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി ഒത്തിരി ബന്ധുക്കാരെയൊക്കെ വിളിച്ച് ആഘോഷിക്കണതിനൊക്കെ എന്തുകൊണ്ടും നല്ലത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷം അവരെ കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം കേട്ടോ.
ബൈ.